ഒരു വീട് എന്നുള്ളത് എങ്ങനെ പോയാലും ഒരു 1300 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇതിൽ വരുമ്പോൾ ഏകദേശം ഒരു 24 ലക്ഷം വരും. അതെന്തായാലും വേണ്ടി വരും. ഒരു വീട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 24 ലക്ഷം എങ്ങനെയായാലും മിനിമം വേണ്ടി വരും. 24 ലക്ഷം ആകും. 24 ലക്ഷം അങ്ങോട്ട് വരാം. എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകൾ മാത്രമാണ് ചെയ്യുന്നത്. നമ്മളെ സംബന്ധിച്ച് മെറ്റീരിയൽസിൻ്റെ അയക്കുക ഒരിക്കലും കസ്റ്റമറെ ബാധിക്കില്ല. നമ്മൾ പറയുന്ന ടൈം പീരീഡിൽ അവർ പേയ്മെൻറ്റ് കാര്യങ്ങൾ തരാണെങ്കിൽ നമ്മൾ ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണം. 3 പാക്കേജിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. 10 വർഷം സ്ട്രക്ചറൽ വാറണ്ടി കാര്യങ്ങൾ, ലീക്ക് ആയിക്കോട്ടെ, മെയിൻ സ്ലാബിൽ വരുന്ന ലീക്ക് ആയിക്കോട്ടെ, ക്രാക്ക് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വാറണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അധികവും ആൾക്കാർ ഇന്നൊരു കാര്യത്തിനാണ് അധികവും സ്പെൻഡ് ചെയ്യുന്നത്. അത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യുമോ എന്ന് പറയാൻ പാകത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതൊരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ വീട് എന്നുള്ളൊരു എല്ലാവരും ആഗ്രഹമാണ്. അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. അതിലൊന്നും നമുക്ക് കൂടുതൽ ചെയ്യാറില്ല. അതൊക്കെ ഒരു നമ്മൾ അതിനനുസരിച്ച് എല്ലാം നമ്മളൊരു ആവശ്യം അല്ലെങ്കിൽ അതൊരു ഇതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഓരോ കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഏത് പാക്കേജ് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്രീമിയം, നമ്മൾ 3 പാക്കേജുകളാണ് വരുന്നത്. ഈ പാക്കേജുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങൾ അവർക്ക് മാറ്റങ്ങൾ വരുന്നത് അതെല്ലാം നമ്മൾ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ പ്രീമിയം ഉൾപ്പെടെയുള്ള എല്ലാ പാക്കേജിലും ഒരേ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സ്റ്റീൽ ആയിക്കോട്ടെ, ലാറ്ററൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരേ ബ്രാൻഡ്. കാരണം അതിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. ഈ വീട് എന്ന് പറയുന്നത് ഏതൊരു സാധാരണക്കാരൻ്റെയും അല്ലാത്തവരുടെയും എല്ലാം സ്വപ്നമാണ്. ആൻഡ് സാധാരണക്കാരുടെ ഇടയിലേക്ക് വീട് എന്ന് പറയുന്നൊരു സ്വപ്നം കുറച്ചും കൂടി റിയാലിറ്റിയിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് ഒരു പുതിയൊരു കൺസ്ട്രക്ഷനിൽ തന്നെ കൊണ്ടുവന്നൊരു മാറ്റമാണെന്ന് തന്നെ പറയാം. ആൻഡ് അതിന് കാരണമായത് ഹോംസ് ഫോർ ആണ്. ആൻഡ് ഇതെൻ്റെ കൂടെയുള്ളത് ഹോംസ് ഫോറിൻ്റെ MD ആണ്. ഹലോ സർ. ഹായ്. എനിക്ക് തോന്നുന്നു ഞാൻ നിങ്ങളുടെ ഹോംസ് ഫോറിൻ്റെ ഈ ഒരു USP അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡ് അറിയുന്ന ഒരു 2.5 വർഷത്തിന് മുൻപാണ്. എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം എറണാകുളത്ത് നിങ്ങൾ തുടങ്ങിയിട്ട് 3 വർഷത്തോളമായി അല്ലേ? അപ്പം 3 വർഷം ഹോംസ് ഫോർ ഇവിടെ വന്നതും ഇപ്പോൾ എത്തി നിൽക്കുന്നതും ആ ഒരു ദൂരം എങ്ങനെയുണ്ട്? ഏകദേശം നമുക്കൊരു 3 വർഷത്തിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇത്രയും പ്രൊജക്റ്റുകൾ ഏകദേശം അന്നുണ്ടായിരുന്ന പ്രൊജക്റ്റില്ല. ഇപ്പോൾ ഒരു ഏകദേശം ഒരു 1100ഓളം പ്രൊജക്റ്റ്. അതിൽ തന്നെ നമുക്ക് 2-3 മാസം മുമ്പ് നമുക്കൊരു മന്തിൽ തന്നെ 100 വർക്കിൻ്റെ മുകൾക്കൊക്കെ കയറിയിട്ടുണ്ട്. അത്രയും വർക്കുകൾ തന്നെയാണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ ജില്ലയിൽ എറണാകുളം മുതൽ കണ്ണൂർ വരെയുള്ള ജില്ലകൾ മാത്രമാണ് ചെയ്യുന്നത്. ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് ഇത്രയും വർക്കുകൾ വരുന്നുണ്ട്. ഒരു മന്തിൽ ഏറ്റവും കുറഞ്ഞതൊരു 30 വർക്ക് മുതൽ മാക്സിമം നമുക്ക് 100 വരെ വർക്ക് ഒരു മന്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊജക്റ്റുകൾ, ഇത്രയും കസ്റ്റമേഴ്സ് നമ്മൾ അത്രയും സർവീസ് ബെറ്റർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത്. കൂടാതെ നമുക്ക് ഇത്രയും ഓഫീസുകൾ, അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഈ ടൈം പീരീഡിൽ നമുക്ക് മറ്റു ഓഫീസുകൾ കോട്ടക്കലായാലും ഹൈലൈറ്റിൽ കോഴിക്കോടായാലും കോട്ടക്കൽ ഇവിടെയൊക്കെ ഓഫീസ് വരുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് തൃശ്ശൂർ ഈ ഒരു അടുത്ത മാസങ്ങളായിട്ട് തൃശ്ശൂർ പുതിയ ഓഫീസ് തുടങ്ങുന്നുണ്ട്. എറണാകുളത്ത് തന്നെ ഇപ്പോൾ ഈ ഒരു 3 വർഷം കൊണ്ട് എത്ര പ്രൊജക്റ്റോളം നമ്മൾ ചെയ്തിട്ടുണ്ട് അത് പറയാൻ പറ്റുമായിരിക്കും? എറണാകുളത്ത് നമുക്ക് കൂടുതലും നമ്മൾ കണ്ടീഷൻ കാര്യങ്ങൾ നോക്കുമ്പോൾ കൂടുതൽ നമ്മൾ ചെയ്യുന്നില്ലെങ്കിലും ഒരു 100 പ്രൊജക്ടിന് മുകളിൽ എറണാകുളം ജില്ലയിൽ തന്നെ നമുക്ക് റണ്ണിങ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പം നമ്മളെ എപ്പോഴും അട്രാക്ട് ചെയ്യുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 50% നിങ്ങൾ ഏറ്റവും ആദ്യം ബഡ്ജറ്റിൻ്റെ കാശ് അതും തവണകളായി അടിച്ച് ബാക്കി 50% EMI പലിശരഹിതമായിട്ട് തവണകളായിട്ട് അടച്ചാൽ മതി എന്നുള്ളതാണ് നമ്മൾ ഹോംസ് ഫോറിൻ്റെ വലിയൊരിത്. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമായിരിക്കും, എനിക്കൊന്ന് ഈവൻ കൺസ്ട്രക്ഷൻ ഇത് ഇവന്മാർക്ക് എങ്ങനെ മുതലാവുന്നു, അല്ലെങ്കിൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് നേടുന്ന ലാഭം എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം എപ്പോഴും നിങ്ങളിത് ഈസപ്പ് ചെയ്യുമ്പോഴും അവർ പറയുന്നുണ്ടാവുമല്ലോ. അതിനോടുള്ള ഒരു ഉത്തരം എന്താണ് സാറിന്? നമുക്ക് ഇത്രയും പ്രൊജക്റ്റുകൾ തന്നെ പറഞ്ഞല്ലോ, ഏകദേശം ഒരു മന്ത്ലി 100 വർക്കോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊജക്റ്റുകളുടെ റണ്ണിങ് ഇതിൻ്റെ വരുന്ന ഫണ്ട് റോളിങ് കാര്യങ്ങൾ തന്നെയാണ് ഇത്രയും പ്രൊജക്റ്റുകൾ നമ്മൾ EMI ആയിട്ട് ചെയ്യുന്നത്. കൂടാതെ നമ്മൾ ഇത്രയും ഏകദേശം 500ഓളം പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അത്ര EMI ഇപ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിലോട്ട് നമ്മളെ സംബന്ധിച്ച് സേഫാണ്. കാരണം അത്രയും ഫണ്ട് കാര്യങ്ങൾ നമുക്ക് EMI ആയിട്ട് കസ്റ്റമേഴ്സ് തിരിച്ചു നൽകാനുണ്ട്. അതിനനുസരിച്ച് നമുക്ക് അത്രയും പ്രൊജക്റ്റുകൾ വരുന്നുണ്ട്. അതിൻ്റെ ഫണ്ട് കാര്യങ്ങൾ റോൾ ചെയ്ത് തന്നെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഫിനാൻസ് സൈഡ് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്, അങ്ങനെ ആ രീതിയിൽ പറയുമ്പോൾ അല്ലേ? ഇനിയിപ്പോൾ ഈ കൺസ്ട്രക്ഷൻ പൊതുവേ നമ്മൾ പറയാൻ നേരത്തെ ഒരു വീടായിക്കോട്ടെ, ഈവൻ നമ്മുടെ അടുത്തുള്ള ഒരു ഷെഡ് പോലും ആയിക്കോട്ടെ, ഇതെല്ലാം പണിയാൻ നേരത്ത് നമ്മൾ സ്വന്തമായിട്ട് അവിടെ ഒന്നും നിന്നില്ലെങ്കിൽ ആർക്കും ഒരു തൃപ്തി ഉണ്ടാവില്ല. ഞാൻ നോക്കി നടത്തിയില്ലെങ്കിൽ എൻ്റെ വീട് പണി നേരെയാവില്ല എന്നൊരു ചിന്താഗതിയാണ്. പക്ഷേ ഹോംസ് ഫോറിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ടെക് എനേബിൾഡ് ആണ്. ലൈവായിട്ട് നിങ്ങൾ സൈറ്റിൽ നിന്ന് വിഷ്വൽസ് കൊടുക്കുന്നുണ്ട്. അത് എത്രത്തോളം ആൾക്കാരെ ഇപ്പം ഇത്ര നാളത്തെ ഒരു കാലയളവിൽ നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാർ അതിനെ പരിപൂർണമായിട്ടും ട്രസ്റ്റ് ചെയ്ത് വരുന്നുണ്ടോ? തീർച്ചയായും. കാരണം ഒരു വീട് എന്നുള്ളതൊരു നമ്മൾ കൂടുതലും മിഡിൽ ക്ലാസ് ആണെങ്കിൽ ആരാണെങ്കിലും നമ്മൾ വീട് എന്നുള്ള ഒരു സ്വപ്നമാണ്. കാരണം അതൊരു ഏകദേശം ഒരു 6 മുതൽ ഒരു വർഷം വരെ ടൈം പീരീഡ് വരുന്നുണ്ട്. കാരണം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ.
അപ്പോൾ അത്രയും ചിലപ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സും വിദേശത്തായിരിക്കാം, അതല്ലെങ്കിൽ നാട്ടിലുണ്ടാവില്ല, അല്ലെങ്കിൽ ജോലി തിരക്കുണ്ടാവും. കാരണം ജോലി ഒഴിവാക്കിയിട്ട് ഒരാൾക്ക് വീട് വർക്കിൻ്റെ ടൈമിൽ അവർക്ക് സൈറ്റിൽ വരാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെ അപ്ഡേഷൻ ഡെയിലി അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ അപ്ഡേഷൻ കറക്റ്റ് ടൈമിൽ അവർക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈറ്റിൽ ലൈവ് ക്യാമറ കാര്യങ്ങൾ, വിദേശത്താണെങ്കിൽ അവർക്ക് ലൈവ് ക്യാമറ കാര്യങ്ങൾ, ആക്സസ് കാര്യങ്ങൾ കൊടുക്കും. കൂടാതെ നമ്മളൊരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഹോം സ്കോറിൻ്റെ. ഈ ആപ്ലിക്കേഷനിൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഡ്രോയിങ്സ് നമ്മൾ ഓരോ സ്റ്റേജിൽ നമ്മളതിൻ്റെ ഡ്രോയിങ്സ് വരച്ച് അത് ആ കസ്റ്റമറോട് ചോദിച്ച് അതിനനുസരിച്ച് കസ്റ്റമർ ഓക്കെ ആയി മാത്രമാണ് ഓരോ സ്റ്റേജ് വർക്ക് എടുക്കുന്നത്. അതിൻ്റെ ഡ്രോയിങ്സ് ആയിക്കോട്ടെ, ഫോട്ടോസ്, വീഡിയോസ്, ഡെയിലി വർക്ക് സ്റ്റാറ്റസ്, ഇന്നിപ്പോൾ എത്ര ലേബേഴ്സ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതെല്ലാം നമുക്ക് അവർക്ക് ആപ്പ് ത്രൂ കാണാൻ കഴിയും. അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ മൊബൈൽ ആപ്പ് ത്രൂ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ടെക് ഇനേബിൾഡ് ഹോംസ് ഫോർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ ശരിക്കും പറഞ്ഞാൽ ഈ ലൈവായിട്ട് നമ്മൾ ഇതെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ട്രാൻസ്പെറൻസി വളരെ അധികമാണ്. പക്ഷെ അതേ സമയത്ത് നിങ്ങൾക്ക് നല്ല പ്രഷറല്ലേ, നിങ്ങൾ അതെങ്ങനെ മാനേജ് ചെയ്യുന്നു? അത്യാവശ്യം പ്രഷർ ഉണ്ടായതുകൊണ്ട് നമ്മളതായിട്ടുള്ളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ ഒരു SOP എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത്രയും സൈറ്റ് ഏകദേശം 400 ജില്ല സൈറ്റുകളിൽ നിന്ന് റണ്ണിങ് ചെയ്തു സംതിങ് റണ്ണിങ് ചെയ്യുന്ന സൈറ്റുകൾ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്രയും 70-75 സ്റ്റാഫുകൾ, ഓഫീസ് സ്റ്റാഫുകൾ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് സൈറ്റ് ലേബേഴ്സ് കാര്യങ്ങളാകുമ്പോൾ ഒരു 600ഓളം ലേബേഴ്സും വരുന്നുണ്ട്. ഇവരൊക്കെ മാനേജ് ചെയ്യുന്നത് നമ്മൾ മൊബൈൽ ആപ്ലിക്കേഷൻ ത്രൂ തന്നെയാണ്. എല്ലാവർക്കും നമ്മൾ സൂപ്പർവൈസേഴ്സിനായാലും ക്ലയൻറ്റിനാണെങ്കിലും എല്ലാം ഇത് ത്രൂ ആണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഇത്രയും ക്ലയൻറ്റിനെ മാനേജ് ചെയ്യാം. എല്ലാ ക്ലയൻറ്റിനും ഓരോ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. അതിൽ CRE സ്റ്റാഫുകൾ മോണിറ്റർ ചെയ്യാം, മോണിറ്ററിംഗ് സ്റ്റാഫുകൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ. പിന്നെ നമ്മളെപ്പോഴും ഈ വീട് പണിയുടെ സമയത്ത് ആൾക്കാർ പറയുന്നൊരു കാര്യം, ബഡ്ജറ്റ് ഇട്ട് ഞങ്ങൾ തുടങ്ങി വീട് പണി, പക്ഷെ അതിൽ കൂടുതലായി എന്നെപ്പോഴും പറയുന്ന ഒരു ഘട്ടം വരും. അതിപ്പം നിങ്ങളും കുറേ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും അത് വലിയൊരു പ്രശ്നമല്ലേ? അതൊരു ബുദ്ധിമുട്ടാണോ? അതെന്താ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നതാണോ? സ്റ്റോപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ബഡ്ജറ്റ് ലോക്ക് ചെയ്യുമ്പോൾ നമ്മളെ മെറ്റീരിയൽസ് പിന്നീട് ഫിനിഷിങ് ടൈമിൽ വരുമ്പോൾ കസ്റ്റമേഴ്സ് ഒന്നല്ലെങ്കിൽ മെറ്റീരിയൽസ് മാറ്റം വരിക, അതിൽ മാറ്റം വരിക, അതല്ലെങ്കിൽ ബഡ്ജറ്റിൽ ചിലപ്പോൾ ചില കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും മാറ്റം വരുന്നത്. അതല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ഹൈക്ക്, നമ്മളെ സംബന്ധിച്ച് മെറ്റീരിയൽസിൻ്റെ ഹൈക്ക് ഒരിക്കലും കസ്റ്റമറെ ബാധിക്കില്ല. നമ്മൾ പറയുന്ന ടൈം പീരീഡിൽ അവർ പേയ്മെൻറ്റ് കാര്യങ്ങൾ തരാണെങ്കിൽ നമ്മൾ ആ എഗ്രിമെൻറ്റ് കഴിഞ്ഞ് ഒരു 3 മാസത്തിനുള്ളിൽ തന്നെ അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ആ ടൈം പീരീഡിൽ അവർ തിരിച്ച് പേയ്മെൻറ്റ് ആ ഒരു ഫസ്റ്റ് ഒരു 6 ഘട്ടങ്ങൾ പറയുന്നുണ്ടല്ലോ, ഓരോ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടാണ് വരുന്നത്. അത് കറക്റ്റ് ടൈമിൽ അടക്കുകയാണെങ്കിൽ അവർക്ക് അത് സംബന്ധിച്ച് ആ ഒരു മെറ്റീരിയൽസ് കൊണ്ട് അയക്ക് വരുന്ന, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മൾ യുദ്ധത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നിർമ്മാണ മേഖലയിലാണ് മെറ്റീരിയൽസ് അയക്ക് കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സിമെൻറ്റ് ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, എല്ലാ കാര്യത്തിനും ഇൻക്ലൂഡിങ് ലാറ്ററൈറ്റ് സ്റ്റോൺ ഉൾപ്പെടെ അത്യാവശ്യം നല്ലൊരു ഹൈക്കാണ് വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും നമ്മളൊരു കസ്റ്റമേഴ്സിൻ്റെ അടുത്തൊന്നും അധിക തുക വാങ്ങിയിട്ടില്ല. കസ്റ്റമേഴ്സ് കൂടുതൽ ഡിലേ ഉണ്ടെങ്കിൽ മാത്രം അവരെ ഭാഗത്തുനിന്ന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ 5-6 മാസം അല്ലെങ്കിൽ 1 വർഷം അതിൻ്റെ മേലേക്ക് ഡിലേ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കസ്റ്റമറോട് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ നോർമൽ നമ്മൾ പറയുന്ന അത് കമ്പനിയെ സംബന്ധിച്ച് കമ്പനിയുടെ നഷ്ടമാണ്. ഒരിക്കലും ഒരു കസ്റ്റമറിന് ഇതല്ല. നമ്മളെ മെറ്റീരിയൽസ് അയക്ക് നമ്മളൊരു റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫിനിഷ് ചെയ്യേണ്ടത് ഞങ്ങളെ ബാധ്യതയാണ്. അതെ, അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചേ ചെയ്യുള്ളൂ. അതായത് മെറ്റീരിയൽ ഹൈക്ക് പെട്ടെന്ന് വന്നു ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾ അതിന് കോൺട്രാക്ട് എടുത്തു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യുന്നില്ല. തീർച്ചയായും. ഓക്കെ. ഇനി ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ബഡ്ജറ്റ്, ഇത് നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോമാണ് എന്ന് പറയുമ്പോൾ തന്നെ ആൾക്കാർ വിചാരിക്കും ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യുന്നുണ്ടായിരിക്കും എന്നൊരു തിങ്കിങ് വരാം, ഒരു പെർസെപ്ഷൻ വരാം. അതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? നമ്മൾ ഏത് പാക്കേജ് ആണെങ്കിലും ബഡ്ജറ്റ് ആണെങ്കിലും സ്റ്റാൻഡേർഡ് ആണെങ്കിലും പ്രീമിയം, നമ്മൾ 3 പാക്കേജുകളാണ് വരുന്നത്. ഈ പാക്കേജുകൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് നമ്മുടെ വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ബ്രാൻഡ് കാര്യങ്ങൾ അവർക്ക് മാറ്റങ്ങൾ വരുത്താം. അതെല്ലാം നമ്മൾ സ്ട്രക്ചറിൽ വരുന്ന എല്ലാ പ്രീമിയം ഉൾപ്പെടെയുള്ള എല്ലാ പാക്കേജിലും ഒരേ മെറ്റീരിയൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അത് സ്റ്റീൽ ആയിക്കോട്ടെ, ലാറ്ററൈറ്റ് ആയിക്കോട്ടെ, എല്ലാം ഒരേ ബ്രാൻഡ്. കാരണം അതിൽ നമ്മൾ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. അതെല്ലാം ക്വാളിറ്റി മെറ്റീരിയൽസ് മാത്രം യൂസ് ചെയ്യുന്നു. കാരണം അത് സ്ട്രക്ചറിനെ ബാധിച്ചാൽ വീടിനെ ബാധിക്കും. കാരണം അതുകൊണ്ട് ഫിനിഷിങ്ങിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ബഡ്ജറ്റിൽ മാറ്റം വരുത്താൻ, അവർക്ക് നമ്മളെ സംബന്ധിച്ച് പാക്കേജിൽ മാറ്റം വരുത്താം. പെയിൻറ്റിങ്ങിൽ നമുക്ക് പുട്ടിയിട്ട് ഫിനിഷ് ചെയ്യാം, അത് നോർമൽ പെയിൻ്റ് ആണ്. അതൊക്കെയാണ് നമുക്ക് കൂടുതലായിട്ട് മാറ്റം വരുന്നത്. അല്ലെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ കേസ്, ടൈൽസിൻ്റെ കേസുകൾ, അതുപോലെ സാനിറ്ററി, അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ് നമുക്കൊരു വരുന്നത്. ബാക്കിയെല്ലാം സ്ട്രക്ചർ ഒരു പ്ലാസ്റ്ററിങ് വരെ വരുന്ന എല്ലാം ഒരേ സ്റ്റാൻഡേർഡ് ആയിരിക്കും വരുന്നത്. അതിൽ നമുക്ക് മാറ്റം വരുന്നില്ല. ബാക്കി അഡീഷണൽ ആയിട്ട് അവർക്ക് ചെയ്യാവുന്നതാണ്. ഈ പ്രീമിയം ആണെങ്കിൽ ഇതൊക്കെ ആണെങ്കിൽ ഫിനിഷിങ് വരുന്ന മാത്രം. അപ്പോൾ അതായത് ഹോംസ് ഫോറിനെ ഒരാൾ സമീപിക്കുകയാണെങ്കിൽ എനിക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് വേണം, അല്ലെങ്കിൽ പ്രീമിയം വീട് വേണം, അതോ അല്ലെങ്കിൽ
നമുക്കിങ്ങനെ തരം തിരിച്ച് നിങ്ങൾക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ അതെ, പറ്റും. അതുകൊണ്ട് തന്നെ 3 പാക്കേജിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. 10 വർഷം സ്ട്രക്ചറൽ വാറണ്ടി കാര്യങ്ങൾ, ലീക്ക് ആയിക്കോട്ടെ, മെയിൻ സ്ലാബിൽ വരുന്ന ലീക്ക് ആയിക്കോട്ടെ, ക്രാക്ക് ആയിക്കോട്ടെ, ഈ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വാറണ്ടി നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അത് എത്ര വർഷത്തെ വാറണ്ടി? 10 വർഷം. 10 വർഷത്തെ വാറണ്ടി. അതായത് ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും അതൊന്നും ക്രാക്കോ ഇതാണ് പ്ലാസ്റ്ററിംഗിൽ പ്രശ്നമോ അതെ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ചെയ്തു കൊടുക്കും. ഓക്കെ, നൈസ്. ഓക്കെ, പിന്നെ എപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംശയം, ഒരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നാട്ടുകാരൊക്കെ വന്നിട്ട് ഇതൊക്കെ കുറച്ച് അനാവശ്യ ചെലവുകളാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ടാവും ഒരു വീട് പണി കഴിയുമ്പോൾ. നിങ്ങൾക്ക് ആസ് എ കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിൽ ഇത്ര നാൾ നിന്നിട്ട് പൊതുവെ കണ്ടേക്കുന്ന വെച്ചിട്ട് ഒരു വീട് പണിയാൻ നേരത്ത് ഇതൊരു അനാവശ്യ ചെലവാണ്, ഇത് നിങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന് പറയുന്ന ഒരു കാര്യം എന്തായിരിക്കും? തീർച്ചയായും ഒരു ഫാമിലിക്ക് അനുസരിച്ചിട്ടാണ്. ആ ഒരു ഫാമിലിക്ക് ഒരു ബിൽഡിംഗ് എന്നുള്ളത് ഒരു കെട്ടിടം മാത്രമല്ല, അത് അവർ താമസിക്കേണ്ട അവരെ ഫാമിലി എത്ര മെമ്പേഴ്സ് ഉണ്ട് അതിനാവശ്യം അനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. ഒരു മറ്റുള്ള ഒരാളുടെ വീട് കണ്ടിട്ട് ഒരിക്കലും നമ്മൾ ചെയ്യരുത്. നമ്മുടെ ഇൻകം എത്രയാണോ അതിനനുസരിച്ച് ചെയ്യുക, ഇതിനനുസരിച്ച് പ്ലാൻ ചെയ്യാന്നുള്ള. കൂടുതലായിട്ട് ഓവറായിട്ട് പ്ലാൻ ചെയ്ത് സ്ക്വയർ ഫീറ്റ് പലതും കൂടാറുണ്ട്. നമുക്ക് എത്രയാണ് ആവശ്യം, ഒരു വീട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗം കാര്യങ്ങൾ വരുന്നത് അതെല്ലാം നോക്കിയിട്ട് നല്ല രീതിയിൽ ഫസ്റ്റ് തന്നെ പ്ലാൻ ചെയ്യാന്നുള്ളതാണ്. ആ പ്ലാൻ എലിവേഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് നല്ലൊരു ആർക്കിടെക്ചർ വെച്ച് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഒരു അധികവും ആൾക്കാർ ഇന്നൊരു കാര്യത്തിനാണ് അധികവും സ്പെൻഡ് ചെയ്യുന്നത്, അത് ശരിക്കും നിങ്ങൾ ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യൂ എന്ന് പറയാൻ പാകത്തിന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അതൊരു കസ്റ്റമറെ സംബന്ധിച്ച് അവർ വീട് എന്നുള്ളൊരു എല്ലാവരും ഒരു ആഗ്രഹമാണ്. അവർക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും. കാരണം അതിലൊന്നും നമുക്ക് കൂടുതൽ ചെയ്യാറില്ല. അതൊക്കെ ഒരു നമ്മൾ അതിനനുസരിച്ച് എല്ലാം നമ്മളൊരു ആവശ്യം അല്ലെങ്കിൽ അതൊരു ഇതിനനുസരിച്ചിട്ടാണ്. ഓരോ കസ്റ്റമർ എന്താണോ പറയുന്നത് അതിനനുസരിച്ച് ചെയ്തു കൊടുക്കണം. ഇനി ഇപ്പോഴും ഇതിപ്പം കാണുന്നവരും ചിന്തിക്കുന്ന ഒരു കാര്യം വെച്ചാൽ ഹോംസ്4നെ എങ്ങനെ സമീപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് എന്തായിരിക്കും? ഇതല്ലായിരിക്കും ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഒന്ന് പറയും. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കസ്റ്റമർ കെയറിലോട്ട് വിളിക്കുക എന്നുള്ളതാണ്. കസ്റ്റമർ കെയറിലോട്ട് വിളിച്ചാൽ ഫസ്റ്റ് ഇവരെ പ്ലാന് കാര്യങ്ങളുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു കോട്ട് ചെയ്ത് ബഡ്ജറ്റ് കാര്യങ്ങൾ കോട്ട് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ആ പ്ലോട്ടിനനുസരിച്ച് പ്ലാൻ വരച്ച് അതിൻ്റെ പെർമിഷൻ കാര്യങ്ങൾ എടുക്കാനുള്ള കാര്യങ്ങൾ സപ്പോർട്ട് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും. അതിന് ആ പ്ലാനിനനുസരിച്ച് പ്ലാൻ എലിവേഷൻ റെഡി ആയതിനു ശേഷം ഒരു ബഡ്ജറ്റ് ഫയൽ ബഡ്ജറ്റ് കാര്യങ്ങൾ ചെയ്ത് എഗ്രിമെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം ഓരോ ഘട്ടങ്ങളായിട്ടുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇതേപോലെ ഞാൻ പറയുന്നതിനേക്കാളും നല്ലത് സാർ തന്നെ പറയുന്നതായിരിക്കും. അതായത് ഞാൻ മുന്നേ പറഞ്ഞു USP, നമ്മുടെ ഹോംസ്4ൻ്റെ USP ഇതാണ് എന്നുള്ളത്. ഇത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും കുറച്ച് മാനദണ്ഡങ്ങളുണ്ടോ? അതായത് എന്തെങ്കിലും വേണം, അതൊന്ന് പറഞ്ഞിട്ട് ആ മാനദണ്ഡങ്ങൾ പറയുവാണെങ്കിൽ നല്ലതായിരിക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും. നമുക്ക് ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ചിലവ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു മിനിമം സ്ക്വയർ ഫീറ്റ് നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഒരു 1300 സ്ക്വയർ ഫീറ്റ് എങ്കിലും നമുക്ക് ഇപ്പോൾ വേണം. കാരണം ഇന്നത്തെ ഒരു മെറ്റീരിയൽസിന്റെ വീട് പണി തുടങ്ങണമെങ്കിൽ നമുക്ക് നമ്മുടെ ചിലവ് ഒരു നമുക്ക് സംബന്ധിച്ച ഒരു വീടിന് ഒരു സിംഗിൾ ഫ്ലോർ ആണെങ്കിൽ ഒരേ ചിലവാണ്. ഒരു 1000 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ അതിന് 2000 സ്ക്വയർ ഫീറ്റ് ആണ് പലതും നമുക്ക് ഒരേ ചിലവുകളാണ് നമ്മളെ സംബന്ധിച്ച് ചിലവ് വരുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പെൻസ് കാര്യം മീറ്റ് ചെയ്യാൻ ഒരു മിനിമം ഒരു 1300 സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം. അതുകൊണ്ടാണ് ഒരു 1300 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വർക്ക് മാത്രം ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ 1300 മുതൽ മേളിലോട്ടാണ് ചെയ്യുന്നത്. അതെ, കൂടാതെ നമുക്ക് സൈറ്റിലോട്ട് വാഹനം വരണം, വെഹിക്കിൾ കാര്യങ്ങൾ വരണം, മെറ്റീരിയൽസ് ഇറക്കി വെക്കാനുള്ള സൗകര്യം കാര്യങ്ങൾ, ഇത്രയും മാത്രമാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. അതല്ല ചോദിച്ച, തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറഞ്ഞ 50%, അതായത് നിങ്ങളുടെ ടോട്ടൽ ബഡ്ജറ്റ് ഒരു 15 ലക്ഷം രൂപയാണെങ്കിൽ ആദ്യത്തെ 7.5 ലക്ഷം രൂപ 5 or 6 തവണകളായിട്ട് ഘട്ടം, അതായത് ചിലപ്പോൾ ഫൗണ്ടേഷൻ ലേ ചെയ്യുമ്പോഴായിരിക്കും ഇല്ലേ, അങ്ങനെ ഓരോ തറപ്പണി ഇങ്ങനെ ഓരോന്നായിട്ട് വരുമ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഈ 7.5 ലക്ഷം രൂപ നിങ്ങൾ കൊടുത്താൽ മതി. അപ്പൊ അത് വാങ്ങാൻ നേരത്തെ നിങ്ങളിപ്പോ നോക്കുവോ ഇയാൾക്കൊരു സ്ഥിര വരുമാനമുണ്ടോ അല്ലെ അങ്ങനെ അതാണ് എന്താ നോക്കുക? നമ്മളെ സംബന്ധിച്ച് ആ ഒരു EMI തിരിച്ചു കിട്ടുന്ന കാരണം കമ്പനി ബാധ്യത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു കസ്റ്റമർ ക്ലയൻറ്റ് നമ്മളൊരു വെരിഫിക്കേഷൻ കാര്യം ചെയ്യാറുണ്ട്. നോർമലി വരുന്ന ഒരു എമൗണ്ട് എത്രയാണോ അവർക്ക് മന്ത്ലി ഒരു EMI വരുന്നത് അവരെ കൊണ്ട് തിരിച്ചടക്കാനുള്ള ജോലി കാര്യങ്ങൾ ജസ്റ്റ് നോർമലി ഒരു ചെക്ക് ചെയ്യാറുണ്ട്. കൂടുതൽ ക്ലയൻറ്റിന് അറിയാറുമില്ല, ക്ലയൻറ്റിന് ബാധിക്കാറില്ല. എല്ലാവർക്കും കൂടുതലും ഒരു 90% നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഓക്കെ. പിന്നെ ഞാൻ അധികവും ഹോംസ്4ൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും താഴെ കാണുന്ന കമൻറ്റ് ഞാനും സ്ഥിരം ചോദിക്കാറുള്ളത് ഇനി കൊച്ചിയിൽ നിന്നല്ലേ എറണാകുളത്തിനപ്പുറത്തേക്ക് നിങ്ങൾ എന്ന് ഫ്ലറിഷ് ചെയ്യും, എല്ലാവരും ചോദിക്കുന്ന കാണാം കമൻറ്റ്. അതിനുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്തു തുടങ്ങിയോ? കാരണം അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ അടുത്ത കാലങ്ങളിലായിട്ട് നമുക്ക് തൊഴിലാളികളുടെ നല്ല ലഭ്യത കുറവുണ്ട്.
കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഓപ്പറേഷനിൽ നമുക്ക് കൂടുതലായിട്ട് വർക്ക് കാര്യങ്ങൾ കൂടുതൽ ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഇത് ഉണ്ട്. അപ്പം ഒരു 3-4 മാസം മുമ്പ് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ മൊത്തം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. അതുപോലെ എല്ലാം സ്റ്റെക്കായിട്ടുണ്ട്. നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖല കംപ്ലീറ്റ് സ്റ്റെക്കായിട്ട് ഞങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. ഏകദേശം 2-3 മാസത്തോളം നമുക്കും കൺസ്ട്രക്ഷൻ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മളൊന്നും ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ഇവിടെ കേരളത്തിൽ അതിന് വേണ്ടതുള്ള തൊഴിലാളികളില്ല. അപ്പോൾ അത് സംബന്ധിച്ച് നമുക്ക് ഇത്രയും കൂടുതൽ അങ്ങോട്ടും കൂടി ഇതാകുമ്പോൾ അത്രയും ഇത് കൂടും. കാരണം അവിടെയും കൂടി ലേബേഴ്സ് കാര്യം കണ്ടെത്താം, അല്ലെങ്കിൽ ഇത് കൂടുതൽ സർവീസ് ബെറ്റർ ആയാൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുള്ളൂ. അല്ല സർവീസ് ഇല്ലാതെ നമ്മൾ വെറുതെ കൂടുതലായിട്ട് ജസ്റ്റ് ഒരു സെയിലല്ലല്ലോ ചെയ്യുന്നത്. ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് സെയിൽ ചെയ്യുന്നതല്ല, നമുക്ക് അവിടെ സർവീസാണ്. ഏകദേശം ഒരു 6 മാസം മുതൽ ഒരു വർഷം വരെ മിനിമം ഒരു വീട് കംപ്ലീറ്റ് ചെയ്യാൻ വേണം. അപ്പം അത്രയും ടൈം പീരീഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ലാഗ് വരുന്നത് നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നത് തൊഴിലാളികളുടെ പ്രശ്നം കൊണ്ട് മാത്രമാണ്. അല്ല കമ്പനിയുടെ ഭാഗത്തു കൊണ്ട് ഒരു സൈറ്റ് ഇതുവരെ ലാഗായിട്ടില്ല. തൊഴിലാളികൾ ലേബേഴ്സ് ചിലപ്പം വരാതിരിക്കാം, അങ്ങനത്തെ ചില ഇതുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇത് ചിലപ്പോൾ ബാലൻസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു ഏരിയ മാത്രം ചെയ്യുന്നത്. കൂടുതൽ അങ്ങോട്ട് ചെയ്യാൻ കോട്ടയം ആ ഭാഗങ്ങളോട് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു അതുകൊണ്ട് ലേബേഴ്സ് ഒന്നും കൂടി സ്ട്രെങ്ത് കാര്യങ്ങൾ വന്നാൽ മാത്രം നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ഈ തൊഴിലാളികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ അതിഥി തൊഴിലാളികളുടെ കാര്യമാണ് പറഞ്ഞത്. അത് ഉള്ള ഒരു സംശയമാണ്, ഈ സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുന്നുണ്ടല്ലോ. സ്കിൽഡ് ലേബേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആശാരിമാർ അല്ലെങ്കിൽ കാർപ്പൻറ്റേഴ്സ് അങ്ങനെ അതിന് മേലുകൾ മേസ്ത്രിമാരാണെങ്കിൽ പോലും ഇവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുവാണല്ലോ നമ്മൾ. അത് ശരിക്കും കേരളത്തിൽ ഇപ്പോഴും അവൈലബിലിറ്റി കുറവുണ്ടോ നിങ്ങൾക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ? ഉണ്ട്, നല്ല ലഭ്യത കുറവുണ്ട്. ഇപ്പോൾ മലയാളികൾ നമ്മെ സംബന്ധിച്ച് തൊഴിലെടുക്കാൻ തയ്യാറല്ല, ഉണ്ടെങ്കിൽ തന്നെ വളരെ കുറവാണ്. കാരണം അവർ റേറ്റ് കാര്യങ്ങൾ അവർ ചോദിക്കുന്ന ഒരു ചിലപ്പോൾ റേറ്റ് ആവില്ല. കാരണം ഓൾറെഡി നമ്മൾ കസ്റ്റമേഴ്സിന് സ്റ്റാർട്ടിങ്ങിൽ റേറ്റ് പറഞ്ഞ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വാങ്ങുന്നത്. നമ്മളെല്ലാം സബ്ബായിട്ട് വർക്ക് കൊടുക്കാറാണ്. കാരണം നമുക്ക് ഇത്രയും റണ്ണിങ് പ്രൊജക്റ്റ് ഉണ്ടായതുകൊണ്ട് ഓൺ ലേബേഴ്സിന് വെച്ച് ഇത്രയും 450-500 സൈറ്റ് റൺ ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. നമ്മൾ അതാത് ഏരിയകളിലുള്ള സബ് കോൺട്രാക്ടേഴ്സിന് ഓരോ ഘട്ടങ്ങളായിട്ട് ഇപ്പോൾ റബിൾ വർക്കാണെങ്കിൽ റബിൾ വർക്ക്, സെൻട്രിങ് വർക്കാണെങ്കിൽ മേസ്ത്രി ആണെങ്കിൽ ബ്രിക്ക് വർക്ക്, ലാറ്ററേറ്റ്, അതെല്ലാം ഓരോ മേസ്ത്രിയും സബ് കോൺട്രാക്ട് കാര്യങ്ങൾ കൊടുത്തിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം നമ്മൾ പല ഏരിയകളിൽ വെച്ചുമ്പോൾ ചിലപ്പോൾ ആ ടൈമിൽ നമുക്ക് ഈ ഒരു റേറ്റിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ സ്കിൽഡ് ലേബേഴ്സ് വളരെ കുറവാണ് ഇന്നിപ്പോൾ കേരളത്തിൽ. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് അന്യ സംസ്ഥാന തൊഴിലാളികളെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷെ അവരും നമ്മളിപ്പോൾ ഈ ഒരു അടുത്ത കാലങ്ങളായി അവരും നല്ല ഷോർട്ടേജ് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ കുറയാണ്, തപ്പായ രീതിയിലുള്ള ലേബേഴ്സ് കിട്ടാനില്ല. ഓക്കെ. ഇപ്പം ഞാൻ വെറുതെ പറയുണ്ടായി 15 ലക്ഷം എന്നൊക്കെ. 15 ലക്ഷം അല്ല, ഒരു 1300 സ്ക്വയർ ഫീറ്റാണ് നമ്മളിപ്പോൾ നിലവിൽ ചെയ്യുന്നത്. 1300 സ്ക്വയർ ഫീറ്റിൽ ഒരു വീട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് എത്രത്തോളം രൂപ? ഞാൻ ഇൻറ്റീരിയറോ ഇതൊന്നും സാറിനോട് ചോദിക്കുന്നില്ല, സ്ട്രക്ചർ സെറ്റ് ചെയ്തെടുക്കാൻ എത്ര ലക്ഷം രൂപയാവും? സ്ട്രക്ചർ ഫിനിഷിങ് വരെ പാക്കേജ്, ബേസ് പാക്കേജുകൾ സ്ക്വയർ ഫീറ്റിന് 1,900 മുതൽ 2,100 വരെയാണ് നമുക്ക് പാക്കേജുകൾ വരുന്ന ബേസ്. അതായത് മലപ്പുറം പാലക്കാട് ഏരിയകളാണ് ഏകദേശം 1,900. എറണാകുളത്ത് വരുമ്പോൾ 2,100 ആ റേഞ്ച് വരെ വരുന്നുണ്ട്. അങ്ങനെ ഘട്ടങ്ങളായിട്ട് അതിൻ്റെ തന്നെ നമുക്ക് പല സ്ക്വയർ ഫീറ്റ് അനുസരിച്ചിട്ട് 50-50 വരുന്ന പാക്കേജുകൾ 2,000 സ്ക്വയർ ഫീറ്റിന് മുകൾക്കാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. അതായത് 50-50 പാക്കേജുകൾ വരുന്നത് 2,000 സ്ക്വയർ ഫീറ്റ് മുകൾക്ക്, അതല്ലെങ്കിൽ 1,600 മുതൽ 2,000 വരെ സ്ക്വയർ ഫീറ്റുകളാണെങ്കിൽ ഒരു 55-45, അതായത് 55% ക്ലയൻറ്റും 45 കമ്പനി ലോണായിട്ട് ചെയ്തു കൊടുക്കും. അതെല്ലാം 1,600 സ്ക്വയർ ഫീറ്റിന് താഴെ ആണെങ്കിൽ നമുക്കൊരു 60-40 എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. കാരണം ഇത്രയും വർക്കും അതിൻ്റെ ഘട്ടങ്ങളായിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓരോ പാക്കേജുകൾ വെച്ച് ഇതിൽ തന്നെ നമുക്ക് ഓരോ സ്ക്വയർ ഫീറ്റിനനുസരിച്ചിട്ടാണ് ഓരോ ഇത് വരുന്നത്, EMI കാര്യങ്ങൾ വരുന്നത്. ഓക്കെ സാർ, ഒരു സാധാരണക്കാരെന്ന രീതിയിൽ ശരിക്കും ഇപ്പോൾ 1,300 ഒക്കെ അത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടുകൾ കെട്ടുന്നവരുണ്ടോ? തീർച്ചയായും. ഒരു വീട് എന്നുള്ളത് എങ്ങനെ പോയാലും ഒരു 1,300 സ്ക്വയർ ഫീറ്റ് നമ്മൾ ഇതിൽ വരുമ്പോൾ ഏകദേശം ഒരു 24 ലക്ഷം വരും. അതെന്തായാലും വേണ്ടി വരും. ഒരു വീട് ചെയ്ത് വരുമ്പോൾ നമുക്കൊരു 24 ലക്ഷം എങ്ങനെയായാലും മിനിമം വേണ്ടി വരും. 24 ലക്ഷം അങ്ങോട്ട് വരാം. അതിൽ നമ്മളെ സംബന്ധിച്ച് 24 ലക്ഷം ആണെങ്കിൽ ഇപ്പോഴും അതിൻ്റെ ഒരു 60% 14 ലക്ഷം സംതിങ് ആ ഒരു റേഞ്ചാണ് നമുക്ക് വരുന്നത്. ബാക്കി ഒരു 10 ലാക്ക് സംതിങ് ആണ് നമുക്കൊരു EMI വരുന്നത്. അതിൽ തന്നെ നമുക്ക് സ്ക്വയർ ഫീറ്റ് കൂടുതലാണെങ്കിൽ 2,000 അല്ലെങ്കിൽ 2,000 സ്ക്വയർ ഫീറ്റിനൊക്കെ മുകളിലാണെങ്കിൽ 50-50 പകുതി എമൗണ്ട് ഘട്ടങ്ങളായിട്ടും ബാക്കി പകുതി EMI ആയിട്ട് ചെയ്യാം. ഇതിൽ നമുക്കൊരു 60% ഒക്കെ 1,300 to 1,600 ചെയ്യാം. അതിന് 10 ലക്ഷത്തോളം എന്നാൽ പോലും അവർക്ക് ലോണായിട്ട് കിട്ടുന്നുണ്ട്. അത് നമ്മൾ തന്നെ ലോൺ എന്ന് പറയുമ്പോൾ വ്യക്തം, നമ്മൾ തന്നെ ബാക്കി ഇപ്പം 24 ലക്ഷത്തിന്റെ ആണെങ്കിൽ 14 ലക്ഷം രൂപ നിങ്ങൾ തവണകളായിട്ട് അടയ്ക്കുക, ബാക്കി 10 ലക്ഷം രൂപ EMI പോലെ വിത്തൗട്ട് ഇൻട്രസ്റ്റ്
ഹോംസ് ഫോറിന് അയച്ചാൽ മതി, മീൻസ് തന്നാൽ മതി. അതെ.